ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി വീട്ടിലിരിക്കുമ്പോഴാണ് ഇവളുടെ വരവ്. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞു ഞാന്. അങ്ങനെ ഞാനും അവളും കൂടി ഇറങ്ങിയതാണ് ട്ടോ. സമയം ഉച്ചയായിട്ടുണ്ട്. ഒരു 12:30 നേരത്താണ് ഞങ്ങളുടെ ഈ പോക്ക്. ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ട്ടോ. നല്ല വെയിലും ഇല്ല, മഴയില്ലാത്തൊരു ക്ലൈമറ്റ്. അതുകൊണ്ട് ഞങ്ങള് വണ്ടിയെടുത്ത് അങ്ങനെ ഇറങ്ങി. ഇവള് കൂടെ ഉണ്ടെങ്കിൽ പ്രാന്ത് ഇല്ലാത്തവർക്ക് വരെ പ്രാന്ത് പിടിക്കും ട്ടോ. അങ്ങനത്തെ ഒരു പ്രാന്തത്തിയാണ്. ഇവളിടയ്ക്ക് നാട്ടിലേക്ക് വരുമ്പോഴാണ് ട്ടോ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് കാണാൻ പറ്റുക. അങ്ങനെ ഞങ്ങള് കഫേയിലെത്തി. അപ്പൊ ഉച്ചയായതുകൊണ്ട് ഞങ്ങള് ചായ കുടിക്കണ്ട, ഞങ്ങളുടെ പ്ലാൻ മാറ്റി ഞങ്ങള് ഷെയ്ക്ക് കുടിക്കാന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങള് 2 വാനില ഷെയ്ക്ക് പറഞ്ഞു ട്ടോ. ഇനി ആ ഷെയ്ക്ക് വരണ വരെ ഇവളുടെ ഓരോരോ കോമാളിത്തരങ്ങളായിരിക്കും ട്ടോ. അതും കണ്ണുകൊണ്ട് കഥകളി കളിച്ച് ഇപ്പൊ ഒളിച്ചുകളി കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോ അതിലും വന്ന് കൈ കാണിച്ചിട്ട് അതും നശിപ്പിച്ച്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ഷെയ്ക്ക് എത്തിട്ടോ. അപ്പൊ ഇവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഇവളെ കൂട്ടാതെ പോകരുതെന്ന്. അതുകൊണ്ട് ഇവളുടെ ഫോട്ടോ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. അവൾക്ക് എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റാഞ്ഞാണേ. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഇവൾ എന്തൊക്കെയോ വണ്ടിയിലിരുന്ന് പാട്ടൊക്കെ പാടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സഹിച്ചല്ലേ പറ്റുള്ളൂ വീട്ടിലെത്തണ്ടേന്ന് വിചാരിച്ച് ഞാനും പിന്നെ മിണ്ടാതിരുന്ന്. 8ാം ക്ലാസ്സിൽ കൂടെ കൂടിയ ശല്യമാണ് കേട്ടോ. ഞങ്ങൾക്ക് ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഒരു വമ്പൻ തല്ലിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കൂട്ടുകൂടുന്നത്. അതിനുശേഷം ഞങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ വഴക്കുണ്ടായത് പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ. +2 കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ ഇടയിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡിഗ്രി വേറെ വേറെ കോളേജിലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് കാണുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാച്ചപ്പ് ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ അവൾ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഓക്കെ, ബൈ.